ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല, കാരണം എനിക്ക് പനിയായിരുന്നു. അതുപോലെ മോനും വാക്സിനേഷനൊക്കെ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പനിയുടെ എല്ലാം ബുദ്ധിമുട്ട്, രണ്ടാളും പനിച്ച് കിടക്കായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് ഓക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോസ് എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഹൗ ടു ബ്രഷ് യുവർ ടീത്ത് പ്രോപ്പർലി. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മൾ എന്താ പറയുക, തീരെ മൈൻഡ് ചെയ്യാത്തതാണ് ബ്രഷിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പെട്ടെന്ന് നമ്മൾ ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ്സിനുള്ളിൽ 2 മിനിറ്റ്സ് ചെയ്യേണ്ട കാര്യം 2 സെക്കൻഡ്സിൽ ചെയ്തിട്ട് തീർത്ത് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അതും എഴുന്നേറ്റം പാട് നമ്മൾ ജസ്റ്റ് ഒരു 2 സെക്കൻഡ്സ് അല്ല, അത്രയും സെക്കൻഡ്സില്ല, ഒന്ന് ജസ്റ്റ് കഴിഞ്ഞു ബ്രഷിങ് കഴിഞ്ഞു, നമ്മൾ അപ്പാടും തന്നെ ചായ എടുത്ത് കുടിച്ചു, സുഖം. അതാണെങ്കിൽ രാത്രി ബ്രഷ് ചെയ്യോ, അതുമില്ല. ചില ആൾക്കാർ 2 ടൈംസ് ബ്രഷ് ചെയ്യും. അധികം ആൾക്കാരും, മിക്ക 90% ആൾക്കാരും മോർണിംഗ് മാത്രമാണ് ബ്രഷ് ചെയ്യുക, അതും പ്രോപ്പർ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെ അത് പ്രോപ്പറായി ബ്രഷ് ചെയ്യാമെന്ന്. സോ യു ഹാവ് ടു ഇമാജിൻ ദിസ് ഇസ് യുവർ ടൂത്ത്. നിങ്ങൾ ഇത് ഒരു നിങ്ങളുടെ ടൂത്തായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ടൂത്ത് സെറ്റ് വെച്ചിട്ട് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി ടൂത്ത് പേസ്റ്റിൻ്റെ പി സൈസ് ആയിരിക്കണം. അത് കുറച്ച്, അതും നമ്മൾ യൂഷ്വലി എങ്ങനെ എടുക്കുക, ഈ ടിപ്പ് മുതൽ ഈ ടിപ്പ് വരെയാണ് ബ്രഷിൻ്റെ അകത്ത് പേസ്റ്റ് എടുക്കുക. അത്രയും വേണ്ട, നമ്മളൊരു പി സൈസ്ഡ് ക്വാണ്ടിറ്റി മാത്രമേ എടുക്കാവുള്ളൂ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത്രയേ എടുക്കാൻ പാടുള്ളൂ. ഈ ഒരു ടിപ്പ് മുതൽ ഈ ഒരു ടിപ്പ് വരെ പേസ്റ്റ് യൂസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഈ ഉള്ള ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ എങ്ങനെ എത്ര നല്ലോണം ബ്രഷ് ചെയ്യുന്നതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, മിക്ക പേഷ്യൻസും നമ്മളടുത്ത് വരുമ്പോൾ അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് വെച്ചാൽ സെൻസിറ്റിവിറ്റി ഉണ്ടാകും. അപ്പോൾ നമ്മൾ വിചാരിക്കും സെൻസിറ്റിവിറ്റി ഓക്കെ, എന്താ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക, ഈ നമ്മളെ ഫേസ് ടൂത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് അവർക്ക് എബ്രേഷൻ പോലെ വന്നിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഇനാമൽ ഡെൻറ്റീനൊക്കെ പോയ ഒരു അവസ്ഥയിലെത്തും. അതെന്തുകൊണ്ടാണ്? ബ്രഷിങ് ടെക്നീക്ക് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ബ്രഷ് ചെയ്യാമെന്ന് നമ്മൾ ചോദിക്കുക. അപ്പോൾ കാണിച്ചു തരുന്ന രീതി എങ്ങനെയാണ്? ഇതാ, ഇങ്ങനെയാണ് ഡോക്ടറെ ഞാൻ ബ്രഷ് ചെയ്യുക. അതും അവർ ഇത് വെച്ചിട്ടല്ല കാണിക്കുക, ഹാൻഡ്സ് വെച്ചിട്ട് കാണിക്കുക. ഇതാ ഡോക്ടറെ ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യുക. അത് റോങ് ബ്രഷിങ് ടെക്നിക്കാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതും അവർ ഹാർഡ് ബ്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹാർഡ് ബ്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ് മീഡിയം അതില്ല ഡോക്ടറെ, എനിക്ക് അതൊരു കംഫർട്ട് തരുന്നില്ല. കാരണം നമ്മൾ മുന്നേ ഹാർഡ് ബ്രിസ്റ്റൽസ് യൂസ് ചെയ്ത് ശീലമായതുകൊണ്ട് സോഫ്റ്റ് ബ്രിസ്റ്റൽസ് യൂസ് ചെയ്യുമ്പോൾ എന്തോ ചെത്തലൊന്നും പോകാതെ പോലൊരു ഫീലാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അതൊരു യൂഷ്വലി നമ്മളൊന്നുമായിട്ട് അഡാപ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു കംഫർട്ടായിരിക്കും. പക്ഷേ വേറെ ഒന്നിലേക്ക് മാറുമ്പോൾ ആ ഒരു ചെറിയൊരു കംഫർട്ട്നെസ് കുറവുണ്ടാകും. ബട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ആയിട്ട് വരും. പക്ഷേ ഇവർക്ക് ആ ഒരു അഡാപ്റ്റേഷൻ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. കാരണം അയ്യോ ചെത്തലുണ്ടാവോ, ഇതെന്താ തീരെ അറിയുന്നില്ലല്ലോ ബ്രഷ്. അത് റോങ് ആണ്. ഒരിക്കലും നമ്മൾ ഹാർഡ് ബ്രിസ്റ്റൽസ് യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മളുടെ ഇനാമലിന്, നമ്മൾ ടൂത്തിന് തന്നെ അത് വലിയൊരു പ്രോബ്ലമായിട്ട് വരും. പ്രോപ്പർ ബ്രഷിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളുടെ ടൂത്ത് ബ്രഷ് ഒരിക്കലും 90 ഡിഗ്രി ആംഗിളിൽ പിടിക്കരുത്. അതൊരു 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ചിട്ട് നമ്മൾ ചെറിയ ഒരു സർക്കുലർ മോഷൻ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രം ഗം ടുവേർഡ്സ് ദി ടൂത്ത് എന്ത് ചെയ്യണം, കൊണ്ടുവരാം. ഇങ്ങനെ ഒന്ന് അഡാപ്റ്റേഷൻ നമ്മൾ ആ ഒരു ഇൻ്റർഡെൻ്റൽ പോർഷനിൽ ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലൊക്കെ ബ്രിസ്റ്റൽസ് പോകുന്നു എന്നുള്ള രീതിയിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ജസ്റ്റ് ഒന്ന് വൈബ്രേഷൻ ചെയ്തിട്ട് ഒരു 2-3 ടൈംസ് വൈബ്രേറ്റ് ചെയ്തിട്ട് സർക്കുലർ വൈബ്രേഷൻ ചെയ്തിട്ട് ഒന്നിതാ ഈ ഗംസിന്ന് ഇങ്ങനെ ഇതാ ഫ്രം ഗം ടുവേർഡ്സ് ദി ടൂത്ത്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ടൂത്തിൽ നിന്ന് നേരെ മേലോട്ടേക്ക് പോകാൻ പാടില്ല. only from towards the tooth, gum towards the tooth. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ജസ്റ്റ് ആ 45 ഡിഗ്രി ആംഗിളിൽ വെച്ച് വൈബ്രേഷൻ ചെയ്തിട്ട് ജസ്റ്റ് ടു ആൻഡ് ഫ്രോത്ത് മോഷൻ ഇങ്ങനെ ഫ്രം ഗം ടുവേർഡ്സ് ദി ടൂത്ത്.
വിട്ടു പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും അത് മിസ് ഔട്ടാവും. കാരണം നമ്മൾ ഇവിടെയൊക്കെ ബ്രഷ് ചെയ്യും, ഈ ഒരു പോർഷനൊക്കെ നമ്മൾ ബ്രഷ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഫൈൻ. ഇങ്ങനെ നമ്മൾ എന്തായാലും ബ്രഷ് ചെയ്തേ പറ്റൂ. ബട്ട് ഈ ഒരു ബ്രിസ്റ്റൽസ് ഇവിടെയും കൊണ്ടുവരണം. കാരണം ഫ്രണ്ട് ടീത്തിൻ്റെ ബാക്കിലും ബാക്ക് പോർഷൻ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, നമുക്ക് കാണേയില്ല. താഴത്തെ നമുക്ക് പിന്നെയും കാണാം, ബട്ട് മേലത്തെ നമുക്ക് അങ്ങനെ മീൻസ് കാണാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ബ്രഷ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു പോർഷൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ബ്രഷ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ. ഇപ്പുറത്തെ സൈഡാണെങ്കിലും സെയിം ഇങ്ങനെ. ഓക്കെ, പിന്നെ നമ്മൾ മിസ് ഔട്ട് ആകുന്ന ഒരു പോർഷനാണ് ഈ ലാസ്റ്റ്, ഈ മോളാറിൻ്റെ ഈ ഒരു ഭാഗം. അത് നമ്മൾ എപ്പോഴും അവിടെ എത്താൻ ശ്രമിക്കുക. ഈ ഒരു പോർഷൻ ക്ലീൻ ചെയ്യാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഇത്ര വരെ എത്തും, നമ്മൾ വിചാരിക്കും ഓക്കെ എല്ലാ ടൂത്തും കഴിഞ്ഞു, ബട്ട് ഇവിടെ ആൾ ഒഴിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിൽ നമ്മൾ ഫുഡ് കുടുങ്ങിയാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെയൊക്കെ നമ്മളെ മസിൽസൊക്കെ കവേർഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ എത്താൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ടൂത്തിനെയും കൂടി സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് താഴത്തും നമ്മൾ ഈ ഒരു പോർഷൻ ഒബ്വിയസ്ലി നമ്മൾ റിമൂവ് ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ എപ്പോഴും ഫ്രം ദി എൻഡ് ടുവേർഡ്സ് ദി എൻഡ്, ഇങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴും ഇവിടത്തേക്ക് തന്നെ എൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെയും ക്ലീൻ ചെയ്ത് ഇവിടെയും ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ക്ലീൻ ചെയ്യുക. പിന്നെ മറന്നു പോകാണ്ട് ചെയ്യേണ്ട ഒരു പോർഷനാണ് ഈ ബാക്ക് പോർഷൻസ്. എവറി ടൂത്തിൻ്റെ ബാക്ക് പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മൾ ഇങ്ങനെ ഈ ഫ്രണ്ടിൽ എങ്ങനെയാണോ ചെയ്ത് ആ ഒരു മൂവ്മെൻറ്റിൽ തന്നെ ഇവിടെയും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ട്വൈസ് ഡെയിലി ബ്രഷ് ചെയ്യണം. ട്വൈസ് ഡെയിലി, മോർണിംഗും നൈറ്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് മോർണിംഗ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ ആണ് ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മോർണിംഗ് ടിൽ നൈറ്റ് വരെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഫുഡ് കഴിക്കുക മാത്രമേ ഉള്ളൂ. റിൻസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി പ്രോപ്പർ. അപ്പം ആ ഒരു ബിഫോർ ബെഡ് ടൈം നമ്മൾ ബ്രഷ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ ആ ബാക്ടീരിയൽ ആക്ടിവിറ്റീസ് കുറക്കും. കാരണം ഫുഡ് ഡെപ്പോസിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, ആക്ഷൻസ് കുറയും, ബാക്ടീരിയൽ ആക്ഷൻസ് കുറയും, ടൂത്ത് ഡീക്കേയും കുറയും. പിന്നെ മോർണിംഗ് ആ ഒരു ഫോൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ബ്രഷ് ചെയ്തെല്ലാം ക്ലീൻ ചെയ്തിട്ടല്ലേ കിടക്കുന്നത്. പിന്നെ ബ്രഷിങ് കൊണ്ട് മാത്രമല്ല, ചില പ്ലേസസിൽ ഇൻ്റർഡെൻ്റൽ പോർഷൻസ് ഈ രണ്ട് ടൂത്തിൻ്റെ ആ ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ആ ഒരു ഗ്യാപ്പിലേക്ക് ചില ടൈം നമ്മൾ ബ്രഷ് എത്തില്ല. അത് നമ്മൾ അറിയില്ല, കാരണം നമ്മളത്ര ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ ഫ്ലോസ്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നതാണ്, ഹൗ ടു ഫ്ലോസിങ് ടെക്നിക്ക്. അപ്പോൾ ഫ്ലോസ് യൂസ് ചെയ്താലും നല്ലതാണ്. കാരണം ആ ഒരു ഗ്യാപ്പിലുള്ള ആ ഒരു ഫുഡൊക്കെ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് മൗത്ത് വാഷ്. നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, കാരണം ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും. മാത്രമല്ല എന്തെങ്കിലും ബാക്ടീരിയൽ ആക്ഷൻസും കുറഞ്ഞ് കിട്ടും. കാരണം ആ ഒരു ക്ലോറെക്സിഡിൻ കണ്ടൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ബാക്ടീരിയൽ ആക്ഷൻസും കുറഞ്ഞ് കിട്ടും. നല്ല ഫ്രഷ് സ്മെല്ലും ആയിരിക്കും, നമുക്ക് തന്നെ ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടുന്നതാണ്. ടങ് ഓൾസോ ക്ലീൻ ചെയ്യേണ്ടതാണ്. പിന്നെ ഏത് ഫുഡ് കഴിച്ചാലും നല്ലോണം റിൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു റിൻസിങ്ങിൽ ഹാഫ് ദി ഫുഡ് ഡബ്രിസ് പോകുന്നതാണ്. പക്ഷെ നല്ലോണം കുലുക്കി കഴുകുക. എന്ന് വെച്ചാൽ നമുക്ക് ആ സൗണ്ട് കിട്ടണം. അതിൽ അയ്യോ ഇപ്പുറത്തുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുന്നു വെച്ച് നമ്മൾ ഓക്കെ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇതാക്കാം. എന്നാൽ വീട്ടിലുണ്ടാകുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് മാക്സിമം നല്ലോണം റിൻസ് ചെയ്യാൻ ശ്രമിക്കുക. എന്ത് ഫുഡ് കഴിച്ചാലും റിൻസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, ഹൗ ടു ബ്രഷ് യുവർ ടീത്ത് അല്ലെങ്കിൽ ബ്രഷിങ് ടെക്നിക്ക്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ പല്ലിനെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മളെ ലൈഫ് ലോങ് വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ലൈഫ് ലോങ് ഫുഡ് കഴിക്കണ്ടേ.
അതെന്തായാലും നമ്മളെ ബോഡി വീക്ക്, ഏജിനനുസരിച്ച് നമ്മളെ ബോഡി വീക്കാവും, അതിനനുസരിച്ച് ബോഡിയിൽ ചേഞ്ചസ് വരും, അതുപോലെ ടൂത്തിലും ചേഞ്ചസ് വരും. ബട്ട് അത് എത്ര ലൈഫ് ലോങ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. നമ്മളുടെ ആ ഒരു സ്വന്തം പല്ലിൻ്റെ സ്ട്രെങ്ത് ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഐറ്റംസിന് കിട്ടില്ല, ടീത്തിന് കിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ബ്രഷ് നല്ലോണം ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒബ്വിയസ്ലി അതിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. നമ്മളത് നൈറ്റെല്ലാം ആകുമ്പോൾ നമ്മൾ അത്ര കെയർ ആയിട്ട് ക്ലീൻ ചെയ്യില്ല. അത് നമ്മളൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് അവിടെ വെക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോൾ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നന്നായിട്ട് ആ ബ്രഷ് ടാപ്പ് വാട്ടറിൽ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന ടൂത്ത് പേസ്റ്റ് അത് ഫ്ലൂറൈഡ് കണ്ടൻ്റ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആയാലും അത്രയും നല്ലത്.